ഹലോ കപ്പിളിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ മോളിവുഡ് ടൈംസ് കണ്ടിറങ്ങിയേക്കുന്നത് എങ്ങനെയുണ്ട് പടം? കിടിലം പടം കാണാൻ മൂന്നര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. സിനിമയ്ക്കുള്ള സിനിമ അത്രേ ഉള്ളു. അപ്പം നമ്മൾ അഭിനവ് സുന്ദർ നായകിന്റെ മൂന്നരുണി അസോസിയേറ്റ് പോലെ തന്നെ അതിമനോഹരമായ ഒരു സിനിമയാണ് മോളിവുഡ് ടൈംസ്. സത്യം പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മലയാളത്തിലെ ഉദയനൻ താരവും ഈ മൂന്നരുണി അസോസിയേറ്റും കൂടെ ബ്ലെൻഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ പല പടങ്ങളും ഫസ്റ്റ് ഹാഫ് ചിലപ്പോൾ എൻഗേജിങ് ആവൂല, സെക്കൻഡ് ഹാഫ് ചിലപ്പോൾ എൻഗേജിങ് ആവാം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ തുടക്കം ഡ്യൂറേഷൻ ഉണ്ട്, പക്ഷെ തുടക്കം മുതൽ എൻഗേജിങ് അല്ല. ബോറടി ഇല്ല, ബോറടി വരൂല. നമ്മള് മൂന്നരുണി അസോസിയേറ്റ് കണ്ടപ്പോൾ അടുത്ത് എന്തിനാണ് ചെയ്യാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് അതാണ്. അപ്പൊ അഭിനവ് സുന്ദർ നായക് അടിപൊളിയായിട്ട് ഡയറക്ട് ചെയ്തു. അടിപൊളിയാണ്. ഇതിനകത്ത് എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഹോളിവുഡ് അങ്ങനത്തെ ഉള്ള വെബ് സീരീസുകളിലൊക്കെ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു പിയാനോ ടൈപ്പ് ഒരു മ്യൂസിക് ഉണ്ട്. അത് ജാക്സ് ബിജോ ഇതിനകത്ത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. അത് മൂന്നിനുണ്ണി അസോസിയേറ്റിൽ ഉണ്ട്. അതുപോലെ സെയിം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ നല്ലൊരു അപ്പൊ മലയാളത്തിലെ ലീഡിംഗ് ആയിട്ടുള്ള ആഷിഖ് ഉസ്മാന്റെ മോളിവുഡ് ടൈംസ് അടിപൊളിയാണ്. പിന്നെ ഒരു പടം ഇറങ്ങിക്കാൻ എങ്ങനെയാണ് ഫ്ലോപ്പ് ആവണത്, ഹിറ്റ് ആവണത്, അത് ചിലർ കുത്തി പറയുന്ന പോലെ തോന്നി. അതായത് പ്രത്യേകിച്ച് മൂന്നരുണി അസോസിയേറ്റ് വന്നപ്പോ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു സംസാരങ്ങളുണ്ടായി. മേ ബി ഈ പടവും ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്, ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ഒരു സംസാര വിഷയം ആവാനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്ത് കാണുന്നുണ്ട്. അതാണെന്ന് പറയാം. അപ്പൊ പല ലീഡിംഗ് പ്രൊഡ്യൂസറെയും പല ലീഡിംഗ് നായകന്മാരെയൊക്കെ കുത്തിപ്പറയാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് സക്സസ്ഫുൾ ആയവരെക്കാളും ഭൂരിപക്ഷം കൂടുതൽ സക്സസ്ഫുൾ ആവാത്തവരാണ്. അപ്പൊ അവരുടെ ഒരു കഥയാണ്. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ആ ടാഗ് ഇഷ്ടപ്പെട്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പൊ എല്ലാരും വന്ന് ഈ പടം കാണാൻ എൻജോയ് ചെയ്യാൻ പറ്റും. അത് പക്ഷെ പുള്ളിയുടെ സ്ട്രാറ്റജിയാണ്. പക്ഷെ ഇതൊന്നും വേണമെങ്കിൽ കണ്ടാൽ മതി, അങ്ങനത്തെ ടൈപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും, എൻഗേജിങ് ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക എന്ന് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ കപ്ലിക്സിന്റെ പുതിയ റിവ്യൂസുമായി ഞങ്ങൾ ഉടനെ വരാം. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറങ്ങില്ല. അപ്പൊ പുതിയ റിവ്യൂസുമായി ഉടനെ വരുന്നവരെ അണ്ടിൽ ദെൻ ബൈ.